സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ പുരാണത്തിലൂടെ ചാക്യാന്മാർ കണക്കിന് ആക്ഷേപിച്ചു. ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. തന്ത്രിക്ക് മാത്രല്ല തന്ത്രിക്കും വേണമെങ്കിൽ കാരാഗ്രഹവാസമാവാം. ഇപ്പൊ ചില കട്ടളയും വാതിലൊക്കെ സ്വർണം പൊതിഞ്ഞത് പൊളിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് കേൾക്കാണ്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ തനിക്കും വേണമെങ്കിൽ അത് തരാക്കാട്ടോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെയും ഹാസ്യത്തിന്റെ ഭാഗമാക്കി. കുട്ടിക്കാലം തൊട്ട് അവന്റെ ശീലെന്താ? മോഷണം. അന്യഭവനങ്ങളിലൊക്കെ പോയിട്ട് വെണ്ണയും പാലും കട്ട് ഭക്ഷിക്കുക. അങ്ങനെ ശീലായി പോയി. ഇത് അവൻ തരാക്കി. പിന്നെ അവൻ ആ മോഷണം ആ സ്വഭാവം കൂടെ മാറ്റുണ്ടായില്ല. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഈ ഉണ്ണികൃഷ്ണനെ പോറ്റി വളർത്തിയവരെ ഉണ്ണികൃഷ്ണനെ പോറ്റി വളർത്തി വഷളാക്കി എന്ന് വേണം പറയാൻ. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അവരെ വേണം ശകാരിക്കാൻ. കക്കണേന്റെ ഒരു പങ്ക് തന്റെ കൂട്ടുകാർക്കും തന്റെ സഖാക്കൾക്കും വിൽക്കും. വാസു എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് കളിക്കുന്നവെന്നാണ് ഇവന്റെ പേരിന്റെ അർത്ഥം. അതെ. ആ വാസുവിന്റെ സഹായത്തോടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ എല്ലാ മോഷണങ്ങളും നടത്തിയത് എന്ന് വേണം പറയാൻ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.